പാലക്കാട് പിരായിരിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ വഴി തടഞ്ഞ സംഭവത്തിൽ ഡിവൈഎഫ്ഐ ബിജെപി പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. എംഎൽഎയുടെ പരാതിയിലാണ് കേസെടുത്തത്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, എന്താണ് പരാതി? അതിലിപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആർക്കെങ്കിലും എതിരെ പേരുകളൊക്കെ നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? അനുജ, ഈ വിവാദങ്ങൾക്കൊടുവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ വീണ്ടും മണ്ഡലത്തിൽ സജീവമായതോടെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. പൊതുപരിപാടിയിൽ എത്തിയാൽ തടയുമെന്നൊക്കെ വലിയ വെല്ലുവിളി ഡിവൈഎഫ്ഐയുടെയും ബിജെപിയുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ വളരെ രഹസ്യമായിരുന്നു എംഎൽഎ ഓരോ പരിപാടിയിലും പങ്കെടുത്തിരുന്നത്. അതിനുശേഷമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പിരായിയിലെ റോഡ് ഉദ്ഘാടനത്തിന് എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് ഉദ്ഘാടനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ എത്തിയത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെയും ബിജെപിയുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എംഎൽഎയുടെ വാഹനം തടഞ്ഞു. ഉടനീളം പ്രതിഷേധം ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ അശ്ലീല ആംഗ്യങ്ങൾ കാണിച്ചു. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എംഎൽഎ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നേരിട്ട് പരാതിയുമായി എത്തിയത്. നോട്ട് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരുന്നത്. ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് വഴി തടഞ്ഞു, വാഹനത്തിന് കേടുപാടുകൾ വരുത്താൻ ശ്രമിച്ചു എന്നൊക്കെയാണ് കേസ്. ഇതിലിപ്പോൾ ഡിവൈഎഫ്ഐ ബിജെപി പ്രവർത്തകർക്കെതിരെയാണ് എംഎൽഎ പരാതി നൽകിയിരിക്കുന്നതും. ഇതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. അനുജ, ശരി. ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.